ഹായ് ഋതു, അഗ്നിയുടെ സ്വന്തം ഡെവൾ. കിച്ചു അത്രയും പറഞ്ഞു നിർത്തി എല്ലാവരെയും ഒന്ന് നോക്കി. എങ്കിലും ഏട്ടന് ഇതുവരെ ശിവശൈലത്തെ മൂത്ത ചെറുമകനാണെന്ന് പറയുന്നതിൽ ഒട്ടും താല്പര്യമില്ല. ശിവശൈലത്തിലെ ഒന്നും തന്നെ ഏട്ടന് വേണ്ട എന്നും അങ്ങനെ ഒരു സ്ഥാനം പോലും തനിക്ക് വേണ്ട എന്നും മുത്തശ്ശനോട് പല ആവർത്തി പറഞ്ഞു. എങ്കിലും മുത്തശ്ശൻ ഒരേ കടുംപിടുത്തമായിരുന്നു. തൻ്റെ മകനെ തെറ്റിദ്ധാരണയുടെ പുറത്ത് വീട്ടിൽ നിന്നും പുറത്താക്കുക മാത്രമല്ല, അവൻ്റെ ജീവൻ വരെ നഷ്ടപ്പെടാൻ താൻ ഒറ്റയൊരുത്തനാണ് കാരണമെന്നൊരു കുറ്റബോധം ഇപ്പോഴും മുത്തശ്ശൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടും മുത്തശ്ശനെ അവസാനമായ അച്ഛൻ ഏൽപ്പിച്ച ഒരേ ഒരു കാര്യം വിച്ചുവിനെയും ആദ്യം ഒരേപോലെ പേരക്കുട്ടികളായി തന്നെ കണ്ട് ഞാനില്ലാതായാലും എനിക്കുള്ളത് എല്ലാം അവർക്ക് തന്നെ നൽകണമെന്നും മുത്തശ്ശനെ കണ്ട് അന്ന് പറഞ്ഞിരുന്നു. ആ വാക്കിൻ്റെ പുറത്താണ് ഏട്ടൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മുത്തശ്ശൻ അതൊന്ന് ചെവിക്കൊള്ളാതെ ഇപ്പോഴും മൂത്ത ചെറുമകൻ എന്ന സ്ഥാനം നൽകുന്നത്. പക്ഷേ എൻ്റെ ബലമായ സംശയം എന്തെന്നാൽ മുത്തശ്ശനല്ലാതെ മറ്റൊരാൾക്ക് കൂടി ശിവശൈലത്തിലെ വിച്ചേട്ടൻ അവിടുത്തെ ചെറുമകനല്ല എന്നറിയാമെന്നുള്ളതാണ്. അതെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? വേദയായിരുന്നു ചോദിച്ചത്. കാരണം വിച്ചേട്ടന് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശിവശൈലത്തിലെ സ്വത്തുവകകൾ പാർട്ടീഷൻ വെക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ശിവശങ്കരൻ, അതായത് ഞങ്ങളുടെ മുത്തശ്ശൻ. അത് മുത്തശ്ശൻ്റെ തീരുമാനമായതുകൊണ്ട് തന്നെ ആരും എതിർത്തിരുന്നില്ല. അപ്പോഴും വ്യക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചത് ആദിയും വിച്ചേട്ടനും മാത്രമായിരുന്നു. കാരണം അവരുടെ അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന വിച്ചേട്ടനും ആദിയും കൂടിയല്ലേ. അതിൻ്റെ കൂടെ ഇനി ശിവശൈലത്തെയും കൂടി ആകുമ്പോൾ അവർ ഒരുപാട് ബിസി ആയിരിക്കും. അവർക്കൊന്നും തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകുമെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ ഇത് മറ്റുള്ളവർക്ക് സന്തോഷമായിരുന്നു. അത് കണക്കിലെടുത്ത് മുത്തശ്ശൻ ആ തീരുമാനവുമായി മുന്നോട്ട് പോയി. എന്നാൽ പാർട്ടീഷൻ നടത്തിയപ്പോൾ ബിസിനസ്സും ശിവശൈലത്തെ സ്വത്തുക്കളുടെ ഏറ്റവും കൂടിയൊരു ഷെയറും വിച്ചേട്ടനായിരുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം തൃപ്തിയാകത്തക്ക രീതിയിലുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ വിച്ചേട്ടന് കൂടുതൽ കിട്ടിയതിൽ മുറുമുറുപ്പ് അന്നേ ഉണ്ടായിരുന്നു. അന്നേ പ്രകടിപ്പിക്കേണ്ടവർ പ്രകടിപ്പിച്ചിരുന്നു. മുത്തശ്ശൻ്റെ ഒരൊറ്റ ചോദ്യത്തിൽ ബാക്കിയുള്ളവരെ എല്ലാവരെയും വായടഞ്ഞിരുന്നു. ഇത് മുത്തശ്ശൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്നും അത് ഇഷ്ടമുള്ളവർക്ക് ദാനം ചെയ്യുന്നതും ആർക്ക് എന്തു കൊടുക്കണമെന്നും തീരുമാനിക്കുന്നത് താനാണെന്നുമായിരുന്നു മുത്തശ്ശൻ്റെ വാദം. അത് പിന്നീട് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തത് കൊണ്ട് ആരും പിന്നീട് ഒന്നും പറഞ്ഞില്ല. ദിവസങ്ങൾ കടങ്ങുന്നു പോവുകയ്ക്കിടയിലായിരുന്നു വിച്ചുവിൻ്റെ തിരോധാനം. അവനെ തിരഞ്ഞു നടന്ന ഒരു ഭ്രാന്തനെ പോലെ എവിടെ എങ്ങനെ അന്വേഷിക്കണം ഒന്നും അറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു ആദി. അതിനിടയിൽ ആ ഒരു അവസരം മുതലെടുത്ത് വിച്ചുവിൻ്റെ ആദിയുടെയും ശിവശൈലത്തെ സ്വത്തുക്കളെല്ലാം എല്ലാവരും കൂടി കൈയടക്കി. അതൊന്നും ആദി വിച്ചുവിനേക്കാൾ വലുതായി കണ്ടിരുന്നില്ല. അവന് അവൻ്റെ ലോകമായ വിച്ചുവിനെ അവന് തിരിച്ചു വേണമായിരുന്നു. അതിനൊരു ഭ്രാന്തനെ പോലെയുള്ള അലയേണ്ട അലച്ചിലായിരുന്നു. ഭ്രാന്തിൻ്റെ വക്കിൽ നിന്നും ഞാനാണ് അവനെ ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ്ങും ഒക്കെ വഴി തിരിച്ച് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. അപ്പോഴേക്കും ആദി പഴയതിൽ നിന്നും വിപരീത സ്വഭാവം തന്നെ ആയിക്കഴിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ആദിയിലേക്കുള്ള പരിവർത്തനത്തിനുള്ള ചുവടുവെപ്പ് തന്നെ ആയിരുന്നു. അത്രയും പറഞ്ഞ് തിരിഞ്ഞ കിച്ചുവിനെ കണ്ട് എല്ലാവരും ഒന്ന് അമ്പരന്നു. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. ചിരിച്ചും കളിച്ചും മാത്രം കണ്ടിരുന്ന കിച്ചുവിൻ്റെ ഈ ഭാവം അവർക്ക് പുതുമയേകുന്നതിന് അതിൽ തന്നെ ഉണ്ടായിരുന്നു. ആദിയിൽ ഉണ്ടായ മാറ്റങ്ങളും അവൻ്റെ വിഷമങ്ങളും വിച്ചുവിനെ കാണാതായ അവൻ അനുഭവിച്ചതുമെല്ലാം അവരെല്ലാവരും സഹാനുഭൂതിയോടെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരി തൂകാൻ മറന്നില്ല. ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ കടന്നുപോയി. ഇതിനിടയിൽ വിച്ചു പൂർണ്ണ ആരോഗ്യവാനായി. വിച്ചുവിൻ്റെ സ്നേഹവും പരിചരണവും മൂലം പാറുവിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു. അത് പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് എളുപ്പമാക്കി. ഇപ്പോൾ പാറുവിൻ്റെ ചലനശേഷിയില്ലാത്ത കൈകാലുകൾ നല്ല രീതിയിൽ ചലിക്കും. പൂർണ്ണമായി ഇല്ല എങ്കിലും അവൾ തൻ്റെ കാര്യങ്ങളെല്ലാം ആരുടെയും ഒരു സഹായമില്ലാതെ സ്വന്തമായി ചെയ്യത്തക്ക രീതിയിൽ പ്രാപ്തിയായിട്ടുണ്ട്. അതുമാത്രവുമല്ല, പാറുവിൻ്റെ കിച്ചുവിൻ്റെ ഈ മാറ്റങ്ങൾ വല്ലാത്ത സന്തോഷം അവളെ ചുറ്റിപ്പറ്റി നിന്നവരിലായിരുന്നു. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും പാറുവിൻ്റെ റൂമിലാണ് ഹാജർ വെക്കുക. പിന്നെ അവിടെ നിന്ന് കുടിയും തീറ്റിയും എല്ലാം അവിടെ തന്നെ. രാത്രിയിൽ ഉറങ്ങാനായി എല്ലാത്തിനെയും അടിച്ച് വെളിയിൽ ഇറക്കാതെ ഒരെണ്ണവും തങ്ങളുടെ റൂമിലേക്ക് പോയില്ല. ഒരാളൊഴികെ ആദ്യം മാത്രം അത്ര അടുപ്പം ആരോടും കാട്ടാതെ ഒരല്പം അകലമിട്ടായിരുന്നു നിന്നിരുന്നത്. അത് എല്ലാവരും ശ്രദ്ധിച്ചുവെങ്കിലും അതത്ര കാര്യമാക്കിയില്ല. ആദിയല്ലേ,
ആദ്യം ആരോടും ഇനി എത്ര പറഞ്ഞാലും അടുക്കാൻ പോകുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരുവളിൽ മാത്രം അവൻ്റെ സാന്നിധ്യം വല്ലാത്ത പുതുമയാർന്ന ഒരു ഫീലിങ്സ് തന്നെയായിരുന്നു. അവനെ കാണാതെ ഇരിക്കുമ്പോൾ കാണാൻ തോന്നുന്നതും അവൻ്റെ സാമീപ്യം അടുത്തു വരുമ്പോൾ ശരീരത്തിൽ ആകമാനമുണ്ടാകുന്ന ഒരു വിറയലും ഒരു കുളിരും അവൻ്റെ ശബ്ദം മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ടാകുന്നതും എല്ലാം അവൾക്ക് അവളുടെ ലൈഫിൽ ആദ്യമായി തോന്നുന്ന ഒരു ഫീലിംഗ്. അവൻ്റെ പ്രസൻസ് ഉള്ളപ്പോഴെല്ലാം ഒരു സംരക്ഷണം തനിക്ക് ചുറ്റും ഉള്ളതായും എല്ലാം അവൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അവളെ നോക്കുന്ന ആ നോട്ടത്തിൽ വല്ലാത്തൊരു കാന്തിക ശക്തി, ഒരു ആജ്ഞാശക്തി അവൻ്റെ കണ്ണുകൾക്കുണ്ട്. ആ നോട്ടത്തിൽ എത്ര അവനിൽ നിന്നും അടുക്കാതെ അകലണമെന്ന് തോന്നിയാലും വീണ്ടും വീണ്ടും അവളെ വലിച്ച് അവനിലേക്ക് അടുപ്പിക്കുന്നതായി അവൾക്ക് തോന്നി. അതുപോലെ അവൻ്റെ കണ്ണുകൾ അവളെ മാത്രം കാണുമ്പോൾ ഉള്ള തിളക്കവും അത് വികസിക്കുന്നതും അവൻ്റെ ചുണ്ടിൽ ആരും കാണാതെ പ്രത്യക്ഷപ്പെടുന്ന ആ പുഞ്ചിരിയും എല്ലാം അവൾക്കൊരു പ്രത്യേക ഫീലായിരുന്നു നൽകിയിരുന്നത്. ഇവർ രണ്ടുപേരും ആരും അറിയാതെ പമ്മി അവരുടെ പ്രണയം ഉള്ളിലൊതുക്കിയപ്പോൾ ഒരുവൾ മാത്രം അതെല്ലാം നല്ല ലൈവായിട്ട് കണ്ട് രസിച്ചിരുന്നു. എന്നാൽ അണ്ടർഗ്രൗണ്ടിലൂടെ ഈ ലൈൻ വലി നമ്മുടെ കിച്ചു അറിഞ്ഞതേയില്ല. അവൻ്റെ നന്ദനയുമായുള്ള ലോകത്ത് തന്നെയായിരുന്നു. ഇതിനിടയിൽ ഒരു ദിവസം കിച്ചു സൗപർണയുമായി വീഡിയോ കോൾ ചെയ്യുന്നതിനിടയിൽ നന്ദനെ പരിചയപ്പെടുത്തുകയും വീഡിയോ കോൾ വഴി അവളെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. സൗപർണയ്ക്ക് നന്ദനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എങ്കിലും അവരുടെ മുഖത്ത് ഒരു ചെറിയ നിരാശയുണ്ടായിരുന്നു. കിച്ചു എപ്പം തൻ്റെ അമ്മയെ സൗപർണയെ വിളിക്കുന്നു അപ്പോഴൊക്കെ അവന് പറയാനുള്ള ഒരുവളെക്കുറിച്ച് മാത്രം. ആ പേര് കേട്ട് കേട്ട് അവളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ മുതൽ ഉള്ള ആഗ്രഹമാണ് ഒന്ന് കാണണം. ഇന്നും വീഡിയോ കോൾ ചെയ്തിട്ടും അവളെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നില്ല. അവളുടെ ആ മനസ്സിലെ വിഷമം അറിഞ്ഞതുപോലെ കിച്ചു, എൻ്റെ അമ്മുക്കുട്ടി വിഷമിക്കണ്ട, അവളെ എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് വരുമ്പോൾ അമ്മുക്കുട്ടിയെ ഞാൻ വിളിക്കാം, അന്നേരം നേരിട്ട് കണ്ട് സംസാരിക്കാമല്ലോ. അവൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. എന്നാൽ സൗപർണയുടെ മുന്നിൽ ആ കുറുമ്പും കുസൃതിയുമായി മറ്റൊരുവളായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഒന്ന് കാണണമെന്ന ആഗ്രഹം. ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം പാറുവിലുണ്ടായ മാറ്റങ്ങളും പിന്നെ ഡിസ്ചാർജിനെ കുറിച്ചും എല്ലാം സംസാരിക്കണമെന്ന് പറഞ്ഞ് വിച്ചു അവിടെ നിന്നും ഡോക്ടറിനെ കാണാൻ പോയി. അവിടെ നിന്നും വിച്ചു പോയതും പാറു ആദിയോടും കിച്ചുവിനോടുമായി, നിങ്ങളുടെ ബിസിനസ് എങ്ങനെ പോകുന്നു, എത്ര ഡെവലപ്മെൻ്റ് ഉണ്ട്, അതുപോലെ ശിവശൈലം ഗ്രൂപ്പ്സിൻ്റെ ബിസിനസ് പോലെയാണോ? വിച്ചു എന്തോ പറയാൻ വരുന്നതിന് മുമ്പ് തന്നെ ആദി അതിനിടയ്ക്ക് കയറി, ഇല്ല ഏട്ടത്തി, ചെറിയ ബിസിനസ് അല്ലേ, ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ടപ്പ് അല്ലേ, ഒന്ന് തഴച്ചൊന്ന് വളരണമെങ്കിൽ ഒരല്പം സമയം പിടിക്കുമല്ലോ, തട്ടിയും മുട്ടിയും കഷ്ടിച്ച് ജീവിച്ച് പോകാം. എന്നാൽ അവൻ്റെ ഈ സംസാരം വേദയിലും കിച്ചുവിനും ഒരു ഞെട്ടലാണ്. വേൾഡ് വൈൽഡായിട്ടുള്ള ബിസിനസ്സിനെ കുറിച്ചാണോ അവനിങ്ങനെ നിസ്സാരമായി പറയുന്നത്? കിച്ചു ആദ്യം തന്നെ നോക്കിയപ്പോൾ ആദ്യം കണ്ണിറുക്കി ഒന്ന് കാട്ടി. അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ കാര്യമുണ്ടെന്ന് വേദയ്ക്കും കിച്ചുവിനും ആ സമയം തന്നെ മനസ്സിലായിരുന്നു. പിന്നത് തിരുത്താൻ അവരിരുവരും മുതിർന്നതുമില്ല. വെളിച്ചെണ്ണയ്ക്കഞ്ഞൂറോ തേങ്ങയ്ക്കു 100 പാവം വീട്ടമ്മ ഞാൻ, പപ്പടം ഞാനിന്ന് കാച്ചിയില്ല, സാമ്പാറിൽ കടുക് വറുത്തതില്ല. നമ്മുടെ മുന്തിരി പെണ്ണ് പാറുവിൻ്റെ റൂമിലേക്ക് വരുന്ന വഴിക്ക് പാടിക്കൊണ്ട് വരുന്നേ ഈ പാട്ട് കേട്ട് അവിടെ ഇരുന്നവരെല്ലാവരും വായും തുറന്ന് നോക്കിയിരിക്കുക. ഇതേത് പാട്ടോ എന്തോ. നീ എപ്പോഴാണ് അടുക്കളയിൽ കയറാൻ തുടങ്ങിയത്? നീ പപ്പടം എങ്ങനെ പൊള്ളിക്കുന്നതെന്ന് നിനക്കറിയാമോ? സാമ്പാറിൽ കടുക് എങ്ങനെ വറുത്തിടുന്നതെന്ന് നിനക്കറിയാമോ? കിച്ചു ഓരോന്നായി മുന്തിരിയോട് ചോദിച്ചത്. മുന്തിരി അതിനിതൊക്കെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. കേട്ടു, ഇഷ്ടപ്പെട്ടു, പാടി. മുന്തിരിയുടെ സംസാരം കണ്ട് കിച്ചു വായും തുറന്ന് അവളെ നോക്കി. ബാക്കി എല്ലാവരും വായും പൊത്തി ചിരിക്കാണ്. കിച്ചുവിൻ്റെ എഴുപ്പും അവളുടെ മറുപടിയും കേട്ട്. നെക്സ്റ്റ് പാട്ടുമായി നാളെ വരാം. ബായ്.